ഫ്രണ്ട്സ്, സക്സസ് അച്ചീവ് ചെയ്ത എല്ലാവരിലും ഒരു കോമൺ ആയിട്ടുള്ള സീക്രട്ട് ഉണ്ട്. അത് ടാലൻറ്റോ ലക്കോ മോട്ടിവേഷനോ ഒന്നുമല്ല, അതാണ് അവരുടെ മോർണിംഗ് റൂട്ടീൻ കൺട്രോൾ. നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ മനസ്സിൽ ഒരു രീതിയിലുള്ള ഭയം, നെർവസ്നെസ് ഇതെല്ലാം തോന്നുന്നുണ്ടോ? ഇന്ന് ഒരുപാട് വർക്കുണ്ട്, ഇതെങ്ങനെ കംപ്ലീറ്റ് ആക്കും എന്നറിയാതെ മനസ്സ് വളരെ ഡിസ്റ്റർബ്ഡ് ആകുന്നുണ്ടോ? ഫ്രണ്ട്സ്, ഇവിടെ നിങ്ങളുടെ ഇന്നർ സോൾ ക്ലീൻ ആണെങ്കിൽ ആ ഒരു ഡേ മൊത്തം നിങ്ങൾക്ക് പോസിറ്റീവായിരിക്കാൻ സാധിക്കും. നമ്മളിൽ ഒരുപാട് ആളുകൾ രാവിലെ എണീക്കുന്നത് തന്നെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയാണ്, അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയല്ല. അതുകൊണ്ട് ഈവനിങ് നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് വളരെ ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നു. സോ ലോകത്തിലെ ടോപ്പ് 1% ആളുകൾ മാത്രം ഫോളോ ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ചില മോർണിംഗ് റൂട്ടീൻസ് ഉണ്ട്. ഈ ശീലങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്കും വലിയ മാറ്റങ്ങളെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. സോ ഏതൊക്കെയാണ് ആ ഒരു ശീലങ്ങളെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, ഡിസിഷൻ ഫെറ്റീഗ് അവോയ്ഡ്നസ്. രാവിലെ എണീറ്റ ഉടനെ തന്നെ ഇന്ന് ഏത് ഡ്രസ്സ് ഇടാം, ഏത് ഭക്ഷണം കഴിക്കാം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ മെൻ്റൽ എനർജി വേസ്റ്റ് ചെയ്യാതിരിക്കുക. നമ്മളുടെ ബ്രെയിനിന് ഒരു ദിവസം ഇത്ര ഡിസിഷൻസ് മാത്രമേ എടുക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു ലിമിറ്റ് ഉണ്ട്. മാർക്ക് സക്കർബർഗിനെ പോലെയുള്ളവർ എന്തുകൊണ്ടാണ് എപ്പോഴും ഒരുപോലെയുള്ള ടീഷർട്ട് ധരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? കാരണം അദ്ദേഹം ഒരു ബ്രാൻഡാണ്. ഏത് ഡ്രസ്സ് ഇടണമെന്ന് ചിന്തിച്ച് ടൈം വേസ്റ്റ് ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ആ ഒരു സമയം കൂടി തൻ്റെ ബിസിനസ്സിനെ പറ്റി ചിന്തിക്കാനാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. സോ രാവിലെ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മെൻ്റൽ എനർജി യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇമ്പോർട്ടൻറ്റ് വർക്ക്സിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല. ഡിസ്ട്രാക്ഷൻസ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാൽ തലേ ദിവസം രാത്രി തന്നെ നിങ്ങളുടെ അടുത്ത ദിവസത്തേക്കുള്ള ഡ്രസ്സെല്ലാം സെറ്റാക്കി വയ്ക്കുക. അടുത്ത ദിവസത്തെ സ്കെഡ്യൂൾ പ്ലാൻ ചെയ്യുക. രാവിലെ നിങ്ങളുടെ ബ്രെയിനിനെ ഫ്രഷ് ആക്കി വയ്ക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡേ മൊത്തം നിങ്ങൾക്ക് ആ ഒരു ഗുഡ് ഫീല് നിങ്ങളിൽ നിലനിർത്താൻ സാധിക്കും. നമ്പർ 2, ഓക്സിജൻ ഫ്ലഡിങ്. നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് തല വേദനിക്കുന്നത് എന്ന് അറിയോ? ഇതിൻ്റെ കാരണം രാത്രി നിങ്ങളുടെ ബ്രെയിനിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലഭിക്കാത്തതുകൊണ്ടാണ്. സോ രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങൾ വളരെ ടയർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ തുറസായൊരു സ്ഥലത്ത് പോയി കുറച്ച് സമയം ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. ഇതിലൂടെ നിങ്ങളുടെ എനർജി നന്നായിട്ട് ഇമ്പ്രൂവ് ആകും. സോ രാവിലെ എണീറ്റാൽ ഉടനെ തന്നെ ബ്രീത്തിങ് എക്സസൈസ് അറ്റ്ലീസ്റ്റ് 5 മിനിറ്റെങ്കിലും ചെയ്യുക. നിങ്ങളുടെ ബ്ലഡിൽ ഓക്സിജൻ്റെ അളവ് വർദ്ധിക്കുമ്പോഴാണ് നിങ്ങളുടെ എനർജിയും ഇമ്പ്രൂവ് ആകുന്നത്. സോ ഇത് നിങ്ങൾ ഡെയിലി ചെയ്യണം. വൺ ഡേ എ ഹാബിറ്റ് വിൽ ബിക്കം എ ലൈഫ് സ്റ്റൈൽ. ഫ്രണ്ട്സ്, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് നന്നായിരുന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ചലഞ്ചസിനൊക്കെ ഓവർകം ചെയ്ത് നിങ്ങളുടെ ഗോൾസിനെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇപ്പോൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഒന്ന് ലോ ആണെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഒന്ന് ഇമ്പ്രൂവ് ആക്കി ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, ഓവറോൾ പേഴ്സണാലിറ്റി ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരു പേഴ്സണൽ മെൻ്ററുടെ സപ്പോർട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കായിട്ട് ലഭ്യമായിരിക്കും. നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമോ ക്യാഷോ ഒരിക്കലും വേസ്റ്റ് ആകില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക. നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്പർ 3, ഐഡൻറ്റിറ്റി മിറർ വർക്ക്. മുഖം നോക്കാനും മുടി സെറ്റാക്കാനും വേണ്ടി മാത്രമായിരിക്കും നമ്മൾ കണ്ണാടി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. എന്നാൽ എപ്പോഴെങ്കിലും നിങ്ങൾ സ്വയം നിങ്ങളെ അതിലൊന്ന് നോക്കി ഹാപ്പി ആയിട്ട് സംസാരിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാവരും മറ്റുള്ളവരെ നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നവരായിരിക്കും. എന്നാൽ നമ്മളെ സ്വയം റെസ്പെക്റ്റ് ചെയ്യാൻ നമ്മൾ മറന്നു പോകുന്നു. സോ രാവിലെ എണീറ്റാൽ നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് ഇത് പറയുക: ഇന്ന് എൻ്റെ ദിവസമാണ്, ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ്, എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കുമെന്ന്. ഇതൊരു സെൽഫ് അഫർമേഷനാണ്. ഇത് നിങ്ങളുടെ ബ്രെയിനിലെ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിനെ ആക്ടിവേറ്റ് ചെയ്ത് നിങ്ങളെ ഒരു കോൺഫിഡൻറ്റ് പേഴ്സൺ ആക്കി മാറ്റും. സോ രാവിലെ 1 മിനിറ്റ് നിങ്ങളുടെ കണ്ണിൽ നോക്കി നിങ്ങൾ തന്നെ സ്വയം സംസാരിക്കുക. ഇത് വേറെ ലെവൽ പോസിറ്റീവ് ഫീല് നിങ്ങൾക്ക് നൽകും. നമ്പർ 4, ഇൻഫോർമേഷൻ ഇൻവേർഷൻ. രാവിലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി പഠിക്കുക. നിങ്ങൾക്ക് ബുക്ക് വായിക്കാം, അല്ലെങ്കിൽ പുതിയൊരു സ്കില്ല് ലേൺ ചെയ്യാം. കാരണം രാവിലെ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ എന്താണോ നിങ്ങളിലേക്ക് നൽകുന്നത് അതിനെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. സോ രാവിലെ നിങ്ങൾ നെഗറ്റീവ് ന്യൂസ്, റീൽസ് ഇതൊക്കെയാണ് കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ ഇത് നിങ്ങളുടെ മനസ്സിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. സോ അതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മ്യൂസിക് കേൾക്കുക, പോഡ്കാസ്റ്റ് കേൾക്കുക. ഡെയിലി ഒരു 10 മിനിറ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഇത് നിങ്ങളെ ഒരു ഹൈ വാല്യൂ മാനാക്കി മാറ്റും. നമ്പർ 5,
ജോയിൻറ്റ് മൊബിലിറ്റി. നൈറ്റ് മൊത്തം ഒരേ സ്ഥലത്ത് കിടന്നുറങ്ങിയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോയിൻസിലുള്ള സിനോവിൽ ഫ്ലൂയിഡ് ഇനാക്റ്റീവ് ആയിരിക്കും. സോ നിങ്ങൾ എണീറ്റതിന് ശേഷം നിങ്ങളുടെ ബോഡി നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ഇതിലൂടെ നിങ്ങളുടെ ജോയിൻസ് ആക്റ്റീവ് ആകും, നിങ്ങൾ എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. നമ്പർ 6, ദ സൈലൻറ്റ് കോൺട്രാക്ട്. രാവിലെ എണീറ്റ ആദ്യത്തെ 30 മിനിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആരോടും സംസാരിക്കാതിരിക്കുക. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ എനർജി വേസ്റ്റ് ആകും. നിങ്ങളുടെ മനസ്സ് സൈലൻ്റ് ആൻഡ് പീസ്ഫുൾ ആയിരുന്നാൽ മാത്രമേ അന്നേ ദിവസത്തെ ചാലഞ്ചസിനെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ രാവിലെ എണീറ്റാൽ ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക. ഇതിനെ സാക്രഡ് സൈലൻസ് എന്നാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ വിളിക്കുന്നത്. സോ എണീറ്റ ആദ്യത്തെ അരമണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. നിങ്ങളെപ്പറ്റി ചിന്തിക്കുക, നിങ്ങളുടെ ലൈഫിൻ്റെ പ്രോഗ്രസ്സിനെ പറ്റി ചിന്തിക്കുക. നമ്പർ 7, ഹൈ പ്രോട്ടീൻ ഫ്യൂവൽ. ഇത് നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു ഹാബിറ്റാണ്. രാവിലെ ഇഡ്ഡലി, ദോശ തുടങ്ങിയ കാർബോഹൈഡ്രേറ്റ് അധികമുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ 11 മണിക്ക് നിങ്ങൾക്ക് ഉറക്കം വരും. സോ പ്രോട്ടീൻ അധികമുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ ബ്രെയിൻ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇനി വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോട്ടുവായ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനർത്ഥം നിങ്ങളുടെ ബോഡിയിലുള്ള ഓക്സിജൻ ലെവല് കുറവാണ് എന്നുള്ളതാണ്. സോ കടല, നട്ട്സ്, ഫ്രൂട്ട്സ് ഇതെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ആയിരുന്നാൽ മാത്രമേ ആ ഒരു ഡേ മൊത്തം നിങ്ങൾക്ക് ആക്റ്റീവായിരിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് നിങ്ങളുടെ ഫ്യൂവൽ. ഫ്രണ്ട്സ്, നിങ്ങളുടെ ജീവിതം മാറണമെങ്കിൽ നിങ്ങൾ ഓരോ ദിവസവും എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അതിരിക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങളുടെ ഹെൽത്ത് നന്നായിരുന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ നിങ്ങളുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ യാതൊരു കോംപ്രമൈസും ചെയ്യാതിരിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.